സോളാർ കമ്മീഷന് മുൻപിൽ ഹരിത ഇന്ന് പുതിയ ചില തെളിവുകൾ നൽകിയേക്കുമെന്ന് സൂചന. 4 സീഡികളാണ് ഹരിത ഇന്ന് കമ്മീഷന് കൈമാറാൻ പോകുന്നത്. സീഡിക്ക് വേണ്ടി എടാ, നീ ഇങ്ങനെ മൂടില്ല എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ക്ലാസ് കെട്ടിയതാ. കൂടെ കെട്ടിയാൽ എനിക്ക് പറ്റില്ല. എനിക്കിപ്പോൾ പഠിക്കാൻ തോന്നുന്നുണ്ട്. എനിക്കും പഠിക്കണം. മാത്രമല്ല നല്ല കോൺസെൻട്രേഷനും ഉണ്ട്. അത് കാണാനുണ്ട്. എടാ, പ്രിയംവതിയും കോഴിമാരും. അത് പറ്റില്ല. എടാ, നമ്മുടെ പ്രിയക്ക് നിന്റെ ഒരു നോട്ടമുണ്ടോ എന്നെനിക്കൊരു ഡൗട്ടുണ്ട്. എനിക്കും തോന്നി. ഹായ്. കണ്ട, നിന്നെ കാണുമ്പോഴുള്ള കളിയും ചിരിയും ഓക്ക് നിന്നോട് എന്തോ ഉണ്ട്. നമുക്കൊന്ന് ആലോചിച്ചാലോ? എന്തിന്? കല്യാണത്തിനാ? അല്ല, 28-ന്. എടാ, ഓക്ക് എന്താടാ കുറവ്? എടാ, ഒക്കെ കുറവൊന്നുമില്ല, എല്ലാം കുറച്ച് കൂടുതലാ. എടാ, ഓൾ അങ്ങനെയാ, എല്ലാവരെ കാണുമ്പോൾ അങ്ങനെ ചിരിച്ചു പിടിച്ചോണ്ടിരിക്കൂ. അതുമല്ല, ഓളെല്ലാം പ്രേമിക്കാനുള്ള ഗ്ലാമറുണ്ട് എനിക്ക്. എടാ, നിനക്കില്ലാത്തത് ഗ്ലാമറല്ല, കോൺഫിഡൻസ് ആണ്. നീ അങ്ങോട്ട് നോക്കി, ആ മരത്തിൻ്റെ അവിടെ ഇരിക്കുന്നില്ലേ ഓനെ, ആ പെണ്ണിൻ്റെ പുറകെ 360 ദിവസം എന്താ ഓനോട് വീണില്ല. ആഴത്തിരിക്കുന്നതിൻ്റെ ഒറ്റ നോട്ടത്തിലേ ഓള് വല വീണു. കാരണം എന്താ അറിയോ? കോൺഫിഡൻസ്. എടാ, ഈ പ്രേമത്തിന് കണ്ണുമൂക്കൂല. വയറ് മാത്രമേ ഉള്ളൂ അല്ലേ? എടാ, പ്രേമം ഒരു ടാസ്കാണ്. ടാസ്ക് എന്തായാലും ആ ടാസ്ക് എടുക്കാൻ എനിക്ക് താല്പര്യമില്ല. എടാ, ഇപ്പോഴത്തെ പെൺപിള്ളേർ അങ്ങനെ പെട്ടെന്നൊന്നും വളക്കാൻ പറ്റില്ല. അപ്പൊ വളഞ്ഞു നിൽക്കുന്ന ഒരു പെണ്ണിനെ ഒടിച്ചെടുക്കുന്നില്ല എളുപ്പം. നിന്റെ ഈ ഉണക്കം മുടക്കൊന്ന് മാറിക്കിട്ടും. അപ്പൊ പ്രിയ, നമ്മൾ സെറ്റായി തരാം. അത് വേണോടാ. അത് വേണം മോനെ. എടാ, എനിക്കാണെങ്കിൽ ഒരു സ്പാർക്ക് വരുന്നില്ല. സ്പാർക്ക് വെൽഡിംഗ് ഡ്രോപ്പ് കിട്ടും. സ്പാർക്ക് കിട്ടിക്കോളും, ഡോൺ വറി. ബോൾ വരുന്നുണ്ട്. ഗതി കിട്ടോളും ഇങ്ങോട്ട് ഇഷ്ടം പറയില്ല. കല്യാണത്തിന് നിങ്ങൾ 3 പേരും വരണം. എന്റെ കുട്ടി അങ്ങ് അമേരിക്കയിലാ. UK? നോ US. ഓക്കെ, കല്യാണം കഴിഞ്ഞാൽ ഞാനും US-ലേക്ക് പോവും. സോ ഇന്ന് കോളേജിൽ എൻ്റെ ലാസ്റ്റ് ഡേ കൂടിയാണ്. അപ്പൊ ശരിയാണ്. അടിപൊളി. അത് അമേരിക്ക തന്നെ കൊണ്ടുപോയി. എടാ, ഈ പ്രണയം എന്ന് പറയുന്നത് ഒരു ഹൃദയത്തിൽ നിന്ന് മറ്റൊരു ഹൃദയത്തിലേക്കുള്ള ഒഴുക്കാണെന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇനി എന്തൊന്നും മിണ്ടാതെ. എടാ, തുടക്കത്തിൽ ഒഴുക്കുണ്ടാവില്ല, ഒരിടത്ത് കെട്ടിക്കിടക്കും. ആരെങ്കിലും പൊട്ടിച്ചാലേ ഒഴുകൂ. പൊട്ടിയ പിന്നെ അണക്കെട്ട് പൊട്ടിയ മാതിരിയാ, പിടിച്ചിർത്താൻ പറ്റില്ല. അങ്ങനെയല്ലേ? അങ്ങനെയാണ്. ഹായ്. എന്താ അർജൻറ്റായിട്ട് കാണണമെന്ന് പറഞ്ഞേ? എന്തായാലും പറ. ആ പൂജ്യം എങ്ങനെ വെറുതെ ഭീഷണിപ്പെടുത്താ? ഇനി ഒരിക്കലും ശരത്തേട്ടനെ കാണാൻ പാടില്ല എന്നാ പറയുന്നു. കണ്ടിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വിവരം അറിയിക്കൊന്ന്. വീട്ടിൽ വിവരറിയിച്ച അവന്മാര് വിവരറിയും. ഈറ്റിക്കൊന്നും വേറെ പണിയില്ലേ, നീ വിഷമിക്കണ്ട. എന്നുണ്ടായാലും ഞാൻ കൂടെ ഉണ്ട്. അത് മതി, അത് മാത്രം മതി. അയ്യോ, പ്രിൻസിപ്പൽ ഹിസ്റ്ററിയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. എന്താ രണ്ടുപേർക്കും ക്ലാസ്സില്ലേ? അല്ല സാറേ, ഇവക്ക് ഹിസ്റ്ററിയിലൊരു ഡൗട്ട്, അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താ ഡൗട്ട്? അത് ഈ ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയെ ഒന്നാക്കിയത് എന്ന് പറയുന്നത് വല്ല വാസ്തവമുണ്ടോ? അതെ, ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ഒന്നാക്കി എന്നല്ല, പിന്നെ ഒന്ന് ആക്കി എന്നാ. മനസ്സിലായോ? ഇങ്ങോട്ട് വന്നേ. ഞാനൊരു 10-30 വർഷമായി ഈ കോളേജിൽ. തൻ്റെ ചുറ്റിക്കളി മനസ്സിലാക്കാനേ സ്വാതന്ത്ര്യ സമരം ഒന്നും പഠിക്കണ്ട. മനസ്സിലായോ? ഓൻ്റെ ഒരു ബ്രിട്ടീഷുകാർ നൈസായിട്ട് പാളി. അവന്മാർ പിന്നെ വരുന്നുണ്ടല്ലോ. എനിക്ക് ഓളെ ഇഷ്ടമല്ല. ഓളെ കണ്ട എൻ്റെ കൺട്രോൾ പോകും. നീ ഹാൻഡിൽ ചെയ്യണം. ഓക്കെ? നിന്നോടല്ലേ പറഞ്ഞ പോലെ കാണരുതെന്ന്? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവരെ കാണും, സംസാരിക്കും. അതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? പുലിയാണ് കേട്ടാ. നമ്മൾ ഒരു വര കൂടി വരേണ്ടി വരും. സിംഗപ്പൂരിൽ അമ്മാവൻ്റെ അടുത്ത് പോയാൽ
ബിസിനസ് എങ്കിലും പഠിക്കാം. ഇവിടെ വന്നാൽ ഒന്നും നടക്കും തോന്നില്ല. ഞാൻ അതല്ല ആലോചിക്കുന്നത്. നിനക്കമ്മാവൻ സിംഗപ്പൂരിലെല്ലാം ഉണ്ട്, എനക്കൊണ്ടൊരമ്മാവൻ. ബാറ് വിട്ടാ വീട്, വീട് വിട്ടാ ബാറ്. എന്നിട്ട് തുള്ളി തരുമോ? അതുമില്ല. ഏതോ വേറൊരമ്മാവൻ. ജെപി, നീ എന്താ കിടന്ന് കറങ്ങുന്നത്? ഇവിടെ വാ. എടാ, ശരിക്കും നിന്റെ കളി പോയാ? എടാ, ഞാൻ ഓൾറെഡിയോ കണ്ടു മറന്നൊരു ഫീല്. ഞാനും സ്വപ്നത്തെ കണ്ട അതേ കുട്ടി. അതിന് സ്വപ്നത്തിൽ നീ ബാക്കല്ലേ ഉണ്ട്. എടാ, ആ ബാക്കും ഈ ബാക്കും സെയിം. ഏ, ആ മെഡിക്കൽ മിറാക്കിൾ. ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഇതാണ് സാറേ ഇവളുടെ ഇപ്പുറത്തെ കുഴപ്പം. എന്തു പറഞ്ഞാലും കരച്ചില്ല. മോളെ എന്താ ഇത്, കരയല്ലേ? മോളെ ജീവിതത്തിൽ സംഭവിച്ചൊന്നും ഇവിടെ ആർക്കും അറിയില്ല. അറിയും വേണ്ട, നിർത്തിയെടുത്ത് വെച്ച് തുടങ്ങാം. അതിനുള്ളൊരു അവസരമായിട്ട് കണ്ടാൽ മതി. എടോ, തൻ്റെ ഭാഗ്യം കൊണ്ട കോളേജിൽ ഇങ്ങനെ ഒരു ഒഴിവ് വന്നത്. ഇങ്ങോട്ട് നോക്കിയേ, കരഞ്ഞു തീർക്കാനുള്ളതല്ല ജീവിതം. നാളെ മുതൽ തീർത്തും പുതിയൊരാളായിട്ടാണ് കോളേജിൽ വരേണ്ടത്. ഇനി മുതൽ പുതിയൊരാളല്ലേ? ഇഷ്ടപ്പെട്ടല്ലേ? ഒരുപാട്. എന്നാലും ഓൾ ആരടാ? ഭഗവാൻ को मालूम, उसको पूछो. ഓ, ഞാൻ പനിയെ. ഡാ. ഡാ. സ്പാർക്കിന് പകരം ബൾബ് കിട്ടിയ. ഒന്ന് പരിചയപ്പെട്ടാലോ? ഓളൊന്ന് ക്ലാസ്സിൽ കയറിക്കോട്ടെ. അത് നമുക്ക് ശരിയാക്കാം. പുതിയ അഡ്മിഷൻ ആണല്ലേ? എന്താ പേര്? സ്വപ്ന. ഏത് ക്ലാസ്സിലാ? സെക്കൻഡ് ഇയർ ഫിസിക്സ്. നമ്മൾ ഈ ക്യാമ്പസിലൊക്കെ പ്രവർത്തനം വന്നു. ഈ കോളേജിൽ ആരാ JP? എടാ, നിന്നെ അന്വേഷിക്കുന്നടാ. JP SFI ഉണ്ടായിരുന്ന സംഘടന വെച്ച് കൊടുത്തതിന് പുറത്താക്കിയതവനാ. അല്ല, JP അറിയോ? അറിയില്ല, പക്ഷെ കേട്ടിട്ടുണ്ട്. സംശയിക്കണ്ട, ഇവള് നിന്നെ തേടി വന്നതാ. പോയാ ഡാ, വാ.
അഡ്മിഷൻ ആണല്ലേ? എന്താ എന്താ പേര്? സപ്ന. ഹായ് ജെ പി. ജെ പി എന്താ അറിയോ? എന്താ പരിപാടി? റാങ്ക് ആണോ? ഏയ് അങ്ങനൊന്നും അല്ലടോ, പുതിയ അഡ്മിഷൻ അല്ലേ, ഒന്ന് പരിചയപ്പെടാമെന്ന് വിചാരിച്ചു. ഇങ്ങനെയാണോ പരിചയപ്പെടുക? ഇതൊരുമാതിരി ഇൻസൾട്ടിങ് ആയി പോയേട്ടാ. ജെ പി അതെ, സ്വപ്ന അല്ലേ? കുട്ടി പോയിക്കോളൂ.